ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി ട്രംപ്. നാളെ യുഎസ് പ്രതിനിധികൾ ഇസ്ലാമാബാദിലെത്തും. കരാറിലെത്താനായില്ലെങ്കിൽ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ട്രൂത്ത് സോഷ്യലിനാണ് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റിന്റെ പോസ്റ്റ് എത്തിയത്. ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കും. വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇറാനെന്നും ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ ട്രംപ് പറയുന്നു. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ വെടിവെപ്പ് അത് വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമാണെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഫ്രഞ്ച് കപ്പലിനെയും അതോടൊപ്പം തന്നെ യുഎസ് കപ്പലുകളെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ആ ആക്രമണം. ഇറാന്റെ ഈ നീക്കം അത്ര നല്ലതായിരുന്നില്ല. കൂടാതെ യുഎസ് പ്രതിനിധികൾ നാളെ വൈകുന്നേരത്തോടെ കൂടുതൽ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് എത്തും എന്നാണ് ട്രംപ് ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇസ്ലാമാബാദിലെത്തുന്ന യുഎസ് പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്ന ഡീൽ അത് ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ യുഎസ് ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും പാലങ്ങളും അടക്കം തകർക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കഴിഞ്ഞ 47 വർഷമായി മറ്റ് പ്രസിഡന്റുമാർക്ക് ചെയ്യാൻ സാധിക്കാതിരുന്നത് അത് താൻ ചെയ്തു കാണിക്കുമെന്നും ട്രംപ് വെല്ലുവിളിയായി തന്നെ പറഞ്ഞു വെക്കുകയാണ് ഈ പോസ്റ്റിലൂടെ. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടിയതിലൂടെ ഇറാൻ അവർക്ക് തന്നെയാണ് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നതെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇതിൽ യുഎസിന് ഒന്നും നഷ്ടപ്പെടാനില്ലെന്നും പോസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ യുഎസ് നേരത്തെ തന്നെ അടച്ചുപൂട്ടിയ ഹോർമുസ് ഇറാൻ എങ്ങനെ വീണ്ടും അടച്ചുപൂട്ടുമെന്നും ട്രംപ് ചോദിക്കുകയാണ്. ഇനി ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ച അത് വളരെ നിർണായകമാവുകയാണ്. ഇറാൻ ഇതുവരെ ആ ചർച്ചയുടെ കൂടുതൽ വിവരങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ച അത് കൂടുതൽ നിർണായകമായി മാറുകയാണ്. അതായത് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു വെല്ലുവിളി എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഇറാന്റെ നിലപാട് എന്തായിരിക്കും, ഇറാൻ എന്ത് തരത്തിലുള്ള മറുപടിയായിരിക്കും ഈ ചർച്ചയിൽ പറയുക എന്നുള്ളതൊക്കെ അത് നിർണായകമാവുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികൂല മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ ട്രംപ് കൂടുതൽ ആക്രമണങ്ങളുമായി യുഎസ് കൂടുതൽ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ ഇനി ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളുടെ ഗതാഗതം നിലച്ചതോടെ നിലവിലുള്ള ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യത. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത യാത്ര ഇറാൻ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഹോർമുസ് കടക്കാൻ ശ്രമിച്ച 2 ഇന്ത്യൻ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഒരു കപ്പൽ മാത്രമേ മേഖലയിലൂടെ കടന്നുപോയിട്ടുള്ളൂ. വിഷയത്തിൽ ഇന്ത്യ ഇറാനോട് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. നാളെ വിപണിയിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം ഇറാൻ യുഎസ് ചർച്ചയിൽ പ്രതിസന്ധി തുടരുകയാണ്. ഒരു കരാറുണ്ടാകാനുള്ള സാധ്യത വിദൂരമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിന്റെ നിലപാട്. ഹോർമുസ് അടച്ചതുകൊണ്ട് യുഎസിനെ ഭീഷണിപ്പെടുത്താനാകില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. Wanted to close up the strait again, as they've been doing for years, and they can't blackmail us. In fact, a lot of the ships are coming up to Texas. I don't know if you know, in Louisiana, the ships are coming up. They got used to it. Maybe they'll keep doing it. It's worked out pretty good. But it's going actually along very well, and we'll see. But we'll have some information by the end of the day. We're talking to them. ഫെബ്രുവരി 28-നാണ് പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ഇറാൻ അനുമതി നൽകിയിരുന്നു. ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുപോയ നിരവധി കപ്പലുകളാണ് സ്വതന്ത്രമായി ഹോർമുസ് കടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം യുഎസ് ഉപരോധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചതോടെ ഇന്ത്യൻ കപ്പലുകളുടെ ഗതാഗതവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 2 കപ്പലുകളാണ് ഹോർമുസ് കടക്കാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചത്. ഈ 2 കപ്പലുകൾക്ക് നേരെയും ഇറാന്റെ വെടിവയ്പുണ്ടായി. ഇതിൽ കണ്ടെയ്നറുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് വിവരമുള്ളത്. ദേശ് ഗരീമ എന്ന് പറയുന്ന ഒരു കപ്പൽ മാത്രമാണ് ഇതുവരെ ഇന്ത്യയുടെ ഭാഗമായി ഹോർമുസ് കടന്നിട്ടുള്ളത്. ഭാഗ്യലക്ഷ്മി അടക്കം നിരവധി കപ്പലുകൾ തിരിച്ച് മടങ്ങിപ്പോയി. ഈ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ കപ്പലുകളെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പിൻവലിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിച്ചു കൊണ്ടുവന്ന ഒരു ഇന്ത്യയുടെ സൂപ്പർ ടാങ്കറും ഇറാൻ തടയുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഈ എണ്ണക്കപ്പലുകളും അതുപോലെ തന്നെ മറ്റ് ടാങ്കറുകളും ഉൾപ്പെടെ ഇറാൻ തടയുന്നത് അത് കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് ഇന്ത്യയെ തള്ളിവിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പാചകവാതക ക്ഷാമം ഉൾപ്പെടെ കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ ഇറാൻ ഹോർമുസ് ഉപരോധിക്കുന്നത് തുടർന്നു കഴിഞ്ഞാൽ കടുത്ത ഒരു ക്ഷാമത്തിലേക്കും രാജ്യം കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ തിങ്കളാഴ്ച വിപണി തുറക്കുന്നതോടുകൂടി ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ ഇടിവുണ്ടായിരുന്നു. $90 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലേക്കൊക്കെ എത്തി നിന്നിരുന്നു. എന്നാൽ നാളെ വിപണി തുറക്കുന്നതോടുകൂടി ഈ ക്രൂഡ് ഓയിൽ വിലയിലും വലിയ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചാൽ അത് രാജ്യത്ത് പണപ്പെരുപ്പത്തിനും അതുപോലെ തന്നെ കടുത്ത രീതിയിലുള്ള ഇന്ത്യയുടെ രൂപയുടെ മൂല്യം അത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പാചകവാതക പ്രതിസന്ധി അത് മറ്റൊരു തലത്തിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കടുത്ത ഇന്ധന പ്രതിസന്ധി തുടരുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇന്ധനവില കൂട്ടാൻ നിർബന്ധിതരാകേണ്ടി വരും. ഇതിനു മുൻപേ ഈ ഇന്ധന വില കൂട്ടാതെ അതിൻ്റെ നികുതി കുറച്ചുകൊണ്ട് ഇന്ധനവില അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇപ്പോഴുള്ള നില മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് സമാനമായി ഇന്ധനവില ഇന്ത്യയിൽ ഉയരാൻ കാരണമായേക്കാം. എന്നാൽ നിലവിൽ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നടക്കുന്നത് കാരണം ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകാൻ സാധ്യതയില്ല. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥിതിഗതികൾ എന്താകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇത്തരത്തിൽ രാജ്യത്തെ പ്രതിസന്ധി കടുത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും പശ്ചിമേഷ്യയിലെ ഒരു സമാധാനം അത് ഇപ്പോഴും വിദൂരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നാളെയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കും എന്ന തരത്തിലെ അഭ്യൂഹങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു ചർച്ച നടക്കാൻ സാധ്യതയില്ല. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് US-ഉമായിട്ടുള്ള അടുത്ത ഘട്ട ചർച്ചകളുടെ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നാണ്. ഇറാൻ്റെ പാർലമെന്ററി സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് പറയുന്നത് US-ഉമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള സാധ്യത വിദൂരമാണെന്നാണ്. ട്രംപ് ഈ ഹോർമുസ് കടലെടുക്ക് അടച്ചതിൽ പ്രതികരിച്ചത് ഹോർമുസ് കടലെടുക്ക് അടച്ചതുകൊണ്ട് അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് ഇറാൻ കരുതണ്ട എന്നാണ്. അമേരിക്ക ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ വരുന്ന ഏപ്രിൽ 22-നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിക്കുന്നത്. അതിനുശേഷം എന്ത് എന്നത് എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും അതുപോലെ ലോകത്തിനെ തന്നെ ആശങ്കയിലാക്കുന്ന വലിയൊരു ചോദ്യചിഹ്നവുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.